ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മാർച്ച് 6, 2025 നമ്മുടെ ഫുട്ബോൾ വിശേഷങ്ങളാണ്. നമുക്കറിയാം, യൂറോപ്പിലെ ഏറ്റവും മികച്ച ചാമ്പ്യൻസ് ഫുട്ബോൾ ടീമിനെ കണ്ടെത്താനായുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ മത്സരത്തിൻ്റെ ഒന്നാം പാദം ഇന്ന് കാലത്തോടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിലേക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് 3 ടീമുകളാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേറ്റവും ശ്രദ്ധേയമായ വിജയം ഈ ആഴ്ച നേടിയത് ആർസണലാണ്. 1-7 ഗോളുകൾക്കാണ് PSV ഐന്തോവനെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ നമുക്കറിയാം, PSV ഐന്തോവൻ പ്രാഥമിക ഘട്ടത്തിൽ ശക്തരായ ജുവൻറ്റസിനെയും ലിവർപൂളിനെയും ഒക്കെ മറികടന്നാണ്, അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്തിയിട്ടാണ് പ്രീ ക്വാർട്ടറിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ അവർ പൂർണ്ണമായും നിഷ്പ്രഭമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം സ്ഥിതി വിവരക്കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പൊസഷനിലും പാസിലുമൊക്കെ അവരായിരുന്നു മുമ്പിൽ. പക്ഷേ ഗോളടിക്കുന്ന കാര്യത്തിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു. ഏതായാലും ആർസണലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്നാണ് ഈ ആഴ്ച നേടിയത്. ഇനി മറ്റൊരു ഇംഗ്ലീഷ് ക്ലബ്ബായ ആസ്റ്റൺ വില്ല 1-3 ഗോളുകൾക്ക് ബെൽജിയം ക്ലബ്ബായ ക്ലബ്ബ് ബ്രുഗയെ പരാജയപ്പെടുത്തി. ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി കഴിഞ്ഞ മാസം മാത്രം ടീമിലെത്തിയ അസെൻസിയോ ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ 3ാമത്തെ ടീമായ ലിവർപൂൾ ഇതില്ലാത്ത ഒരു ഗോളിന് ഫ്രാൻസിലെ ശക്തന്മാരായ പാരീസ് സെൻ ജർമ്മനെ പരാജയപ്പെടുത്തി. ഈ മത്സരത്തിലെ പ്രത്യേകത അവരുടെ ഗോളി അലിസൺ ബെക്കറിൻ്റെ അവിസ്മരണീയമായ പ്രകടനങ്ങളായിരുന്നു. ഒരുപാട് സേവുകളാണ് അദ്ദേഹം നടത്തിയത്. ഏതായാലും ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗുകൾ നമുക്കറിയാം, അടുത്ത മത്സരത്തിലും വലിയ പരാജയമൊന്നും നേരിട്ടില്ലെങ്കിൽ അടുത്ത ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇതേപോലെ 3 ടീമുകൾ സ്പെയിനിൽ നിന്നും പ്രീ ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. അവരുടെ കാര്യം നോക്കിയാൽ നമുക്കറിയാം, 2 ടീമുകൾ, അത് മാഡ്രിഡ് ഡെർബി എന്ന് വിശേഷിപ്പിക്കുന്ന അവിടുത്തെ സ്പെയിനിൻ്റെ ക്യാപിറ്റലായ മാഡ്രിഡിലെ ടീമുകളായ റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. അപ്പോൾ 1-2 ഗോളുക്ക് നിലവിലുള്ള ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡാണ് വിജയിച്ചത്. എങ്കിലും 1 ഗോളിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അടുത്ത മത്സരം കൂടി കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയുള്ളൂ. ഇനി മറ്റൊരു സ്പാനിഷ് ക്ലബ്ബായ ബാർസലോണ 1 ഗോളിന് ബെനിഫിക്കയെ പരാജയപ്പെടുത്തി. ബെനിഫിക്ക പോർച്ചുഗീസ് ക്ലബ്ബാണ്. ഇതുപോലെ ജർമ്മനിയിൽ നിന്നും 3 ക്ലബ്ബുകൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ബൊറൂസിയ ഡോർട്ട്മുണ്ട് ഫ്രാൻസിലെ ഒരു ക്ലബ്ബായ ലിലിയുമായി 1-1 സമനിലയിൽ പിരിഞ്ഞു. അതേസമയം ജർമ്മനിയിലെ മറ്റ് ക്ലബ്ബുകളായ ബയർ ലെവർകൂസനും ബയേൺ മ്യൂണിക്കും പരസ്പരമാണ് ഏറ്റുമുട്ടിയത്. അതിൽ ബയേൺ മ്യൂണിക്ക് അതില്ലാത്ത 3 ഗോളുകളാണ് ബയർ ലെവർകൂസനെ പരാജയപ്പെടുത്തി. അതോടൊപ്പം മറ്റ് മത്സരങ്ങളിൽ നമുക്കറിയാം, ഇൻ്റർ മിലാൻ ഇറ്റാലിയൻ ക്ലബ്ബാണ്. ഇറ്റലിയിൽ നിന്ന് പ്രാവശ്യം 1 ടീം മാത്രമേ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചിട്ടുള്ളൂ. 2 ഗോളുകൾക്ക് ഡച്ച് ക്ലബ്ബായ ഫയർനോദിനെ പരാജയപ്പെടുത്തി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ച് പ്രീ ക്വാർട്ടറിലെ 1ാം പാദത്തെക്കുറിച്ച് പറയാനുള്ളത്. അതോടൊപ്പം ഏഷ്യയിലെ ചാമ്പ്യൻസ് ലീഗ് AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ മത്സരങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, യൂറോപ്പിലെ പല പ്രമുഖ കളിക്കാരും അണിനിരക്കുന്ന സൗദി ക്ലബ്ബുകളൊക്കെ ഈ AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ B ഗ്രൂപ്പിലാണ് പ്രീ ക്വാർട്ടർ ഫൈനൽ മത്സരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ശക്തരായ അൽ ഹിലാൽ ഇന്നലെ എതിരില്ലാത്ത 1 ഗോളുകൾക്ക് ഉസ്ബെക്കിസ്ഥാൻ ക്ലബ്ബായ പക്തദോറിനോട് പരാജയപ്പെടുത്തു 1ാം പാദത്തിൽ. ഇനി 2ാം പാദത്തിൽ റിസൾട്ടും കൂടി അറിഞ്ഞാൽ അവർക്ക് കടക്കോ ഇല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ. അൽ ഹിലാൽ നമുക്കറിയാം, ജൂനിയർ നെയ്മർ കളിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ടീമിൽ നിന്ന് പോയതിന് ശേഷം ഇപ്പോൾ വളരെ ദുർബലമായൊരു അവസ്ഥയിലുള്ള മാതിരിയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നൊന്നുള്ളത് നമുക്കറിയാം,
സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്ന ക്ലബ്ബായ അൽ നാസറാണ്. പക്ഷേ അവർ ഇസ്തിക്ലാൽ ക്ലബ്ബുമായി സമനിലയിൽ പിരിഞ്ഞു. ഇസ്തിക്ലാൽ ക്ലബ്ബ് ഇറാനിയൻ ക്ലബ്ബാണ്. ഈ മത്സരത്തിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. സൗദിയിൽ നിന്നും ചാമ്പ്യൻസ് ലീഗിൽ AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചുള്ള മൂന്നാമത്തെ ക്ലബ്ബായ അൽ അഹ്ലി, നമുക്കറിയാം മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരം റിയാദ് മെഹ്റസ് നയിക്കുന്ന ടീമാണ്. അവർ ഈ മത്സരം 1-3 ഗോളുകൾക്ക് വിജയിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം നമുക്കറിയാം നമ്മളെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റിയും തമ്മിൽ മത്സരമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം ഈ വർഷത്തെ ഇതിൻ്റെ നോക്കൗട്ട് റൗണ്ടിൽ നിന്നൊക്കെ പുറത്തായിട്ടുണ്ട്. അതേസമയം നാളത്തെ മത്സരം വിജയിക്കുകയാണെങ്കിൽ മുംബൈ സിറ്റിക്ക് പ്രതീക്ഷ ഉണ്ട്. ഇത് ഐ ലീഗിലാണെങ്കിൽ ഈ ആഴ്ച നടന്ന പരാജയത്തോടു കൂടി ഗോകുലം കേരള 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഐ ലീഗ് 2-ലും സാറ്റ് തിരൂർ ഇപ്പോൾ 5ാം സ്ഥാനത്താണ്. നാളെ ട്രാവ് FCയുമായി മത്സരം ഉണ്ട്. ഇത്രയൊക്കെയാണ് ഫുട്ബോൾ വിശേഷങ്ങളുമായിട്ട് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.